ഹലോ എവരി വൺ, വെൽക്കം ടു മൈ PSC ഡയറീസ്. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ കമ്പനി ബോർഡ് LGSന് വേണ്ടി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പറഞ്ഞു പോകുന്നൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഇത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 145/2025. ഇത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നിട്ടുള്ള ഒരു എക്സാം നടന്നത് November 7th, 2025 അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര്? ഓപ്ഷൻസ്: വി വേണു, കെ ജയകുമാർ, ഡോക്ടർ എ ജയതിലക്, എ ഷാജഹാൻ. ആൻസർ ഡോക്ടർ എ ജയതിലകാണ്. അപ്പോൾ ഇതിന് മുമ്പ് ആരായിരുന്നു? ഇതിനു മുമ്പ് ശാരദാ മുരളീധരനായിരുന്നു. ശാരദാ മുരളീധരൻ വിരമിച്ച ഒഴിവിലേക്കാണ് ആര്? എ ജയതിലക് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ISROയുടെ പുതിയ ചെയർമാൻ ആര്? ഓപ്ഷൻസ്: ഡോക്ടർ എസ് സ്വാമിനാഥ്, ഡോക്ടർ വി നാരായണൻ, വി ആദിമൂർത്തി, സതീഷ് ധവാൻ. ആൻസർ ഡോക്ടർ വി നാരായണനാണ്. അപ്പോൾ ഇതിനു മുമ്പ് ആരായിരുന്നു? ഡോക്ടർ എസ് സ്വാമിനാഥനായിരുന്നു ഇതിനു മുമ്പുണ്ടായിരുന്ന ചെയർമാൻ. അപ്പോൾ ഇന്നാണ് ഡോക്ടർ വി നാരായണൻ ചുമതലയേറ്റത്. 2025 January 14 ചുമതലയേറ്റത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്ന്? August 27, March 27, September 16, August 29. ആൻസർ August 29 അടുത്ത ക്വസ്റ്റ്യൻ: സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? ഓപ്ഷൻസ്: വിഗതകുമാരൻ, മാർത്താണ്ഡവർമ്മ, ചെമ്മീൻ, അവകാശികൾ. ഇതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്, മാർത്താണ്ഡവർമ്മയാണ് ആൻസർ വരുന്നത്. അപ്പോൾ വിഗതകുമാരൻ ആദ്യത്തെ മലയാള നിശബ്ദ ചലച്ചിത്രമായിരുന്നു അല്ലേ? JC ഡാനിയൽ സംവിധാനം ചെയ്ത 1928 1928 പുറത്തിറങ്ങിയ ആദ്യത്തെ മലയാള നിശബ്ദ ചലച്ചിത്രമായിരുന്നു ഇത് വിഗതകുമാരൻ എന്ന് പറയുന്നത്. ചെമ്മീനാണെങ്കിലോ ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ട് പുറത്തിറങ്ങിയ പ്രശസ്ത ശബ്ദചിത്രമാണ്. അതുപോലെ അവകാശികളും നോവലിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചൊരു മലയാള സിനിമയാണ്. മാർത്താണ്ഡവർമ്മയാണ് എന്ത് സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ. ഇന്നാണ് പുറത്തിറങ്ങിയത്. 1933 സിനിമ പുറത്തിറങ്ങിയത്. അടുത്ത ക്വസ്റ്റ്യൻ: ചേരുംപടി ചേർക്കുക. ഇപ്പുറത്തെ സൈഡിൽ കഥകളി, ഓട്ടംതുള്ളൽ, ചണ്ടാല ഭിക്ഷുകി, കൃഷ്ണഗാഥ. ഇപ്പുറത്ത് കുഞ്ചൻ നമ്പ്യാർ, കുമാരനാശാൻ, ചെറുശ്ശേരി, കൊട്ടാരക്കര, തമ്പുരാൻ. നമുക്കിങ്ങനെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ എലിമിനേഷൻ മെത്തേഡ് അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന പോലെ തന്നെ എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്കിതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കൊടുത്തതിൽ നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്കിതിൽ ഓട്ടംതുള്ളൽ കുഞ്ചൻ നമ്പ്യാരാണെന്ന് അറിയാം. അപ്പോൾ 2A വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയുണ്ടെന്ന് നോക്കാം. ഏതൊക്കെയാണ്? എയും സിയും ആണ് 2A വരുന്ന ഓപ്ഷൻ ഉള്ളത്. പിന്നെ നോക്കുമ്പോൾ ഇതാണ് അറിയുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ പിന്നെ എനിക്ക് അറിയുന്നത് എന്താണ്? കൃഷ്ണഗാഥ എഴുതിയത് ചെറുശ്ശേരിയാണെന്ന് അറിയാം. അപ്പോൾ 4B വരുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കും. 4C വരുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഉണ്ടല്ലേ, ഓപ്ഷൻ A ആണ്. അതായത് കഥകളി, കൊട്ടാരക്കര തമ്പുരാൻ, ഓട്ടംതുള്ളൽ, കുഞ്ചൻ നമ്പ്യാർ, ചണ്ടാല ഭിക്ഷുകി, കുമാരനാശാൻ, കൃഷ്ണഗാഥ, ചെറുശ്ശേരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻസ്: ചിഞ്ചു റാണി, വി ശിവൻകുട്ടി, സജി ചെറിയാൻ, റോഷി അഗസ്റ്റിൻ. ആരാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി? സജി ചെറിയാനാണല്ലേ. അപ്പോൾ ബാക്കി മന്ത്രിമാരൊക്കെ ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? ചിഞ്ചുറാണി ഏതാണ്? മൃഗസംരക്ഷണവും ക്ഷീരവകുപ്പുമാണ്. അതുപോലെ വി ശിവൻകുട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ മന്ത്രി അപ്പൂപ്പൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസം, തൊഴിൽ മേഖലയാണ് അദ്ദേഹത്തിൻ്റെ. അതുപോലെ റോഷി അഗസ്റ്റിൻ ഇതാണ് ജലവിഭവമാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പ്. സജി ചെറിയാന് ഫിഷറീസും സാംസ്കാരികവും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിൻ്റെ ജന്മസ്ഥലം എവിടെ? ഓപ്ഷൻസ്: കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം. ആൻസർ ആലപ്പുഴയാണ്. അപ്പോൾ ആരാണ് ഈ ടെസി തോമസ് എന്ന് പറയുന്നത്? DRDOയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ടെസി തോമസ് എന്ന് പറയുന്നത്. അഗ്നി മിസൈൽ പദ്ധതികളിൽ നൽകിയ സംഭാവനകളാണ് ഈ ഒരു അഗ്നിപുത്രി എന്നുള്ളൊരു പേര് ലഭിക്കാനുള്ള കാരണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏത്? ഓപ്ഷൻസ്: അർജുന അവാർഡ്, ദ്രോണാചാര്യ അവാർഡ്, മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി, ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ്. ആൻസർ D ആണ്, ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡാണ് ആൻസർ വരുന്നത്. ബാക്കി അവാർഡ്സൊക്കെ എന്തിനായിട്ട് കൊടുക്കുന്നതാണ്? അർജുന അവാർഡ് മികച്ച പ്രകടനം നടത്തുന്ന കായിക താരങ്ങൾക്ക് നൽകുന്നൊരു ബഹുമതിയാണ്. അതുപോലെ ദ്രോണാചാര്യ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച പരിശീലകർക്ക്, അതായത് കോച്ചുകൾക്ക് നൽകുന്ന
അവാർഡാണ് എന്ത്? ദ്രോണാചാര്യ അവാർഡ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി എന്താണ്? അത് യൂണിവേഴ്സിറ്റീസിന്, സർവകലാശാലകൾക്ക് നൽകുന്ന ട്രോഫിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര്? ഓപ്ഷൻസ്: മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, കമൽഹാസൻ. ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? മോഹൻലാലാണെന്ന് 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2025 പ്രഖ്യാപിച്ചത്. 2 മലയാളികൾക്കാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അല്ലേ? ഇതിനു മുമ്പ് ആർക്കായിരുന്നു? അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു. ഏത് വർഷം? 2003 അദ്ദേഹത്തിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആര്? ഓപ്ഷൻസ്: ഒ ചന്തുമേനോൻ, CV രാമൻപിള്ള, VT ഭട്ടത്തിരിപ്പാട്, AR രാജരാജവർമ്മ. ഈ ഒരു ക്വസ്റ്റ്യൻ PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ എക്സാംസ് ഒക്കെ എഴുതുന്നവരാണെങ്കിൽ എല്ലാവർക്കും കേട്ട് അല്ലെങ്കിൽ കണ്ടു കാണിപ്പിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരുടെയാണ്? VT ഭട്ടത്തിരിപ്പാടിൻ്റെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം? താജിക്കിസ്ഥാൻ, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ. ഏതാണ് ആൻസർ? താജിക്കിസ്ഥാൻ ആണല്ലേ. നമുക്ക് താജിക്കിസ്ഥാനിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ ഒരു വാഖാൻ ഇടനാഴി വഴിയാണ് അങ്ങോട്ടേക്ക് കടക്കാം. അതുകൊണ്ട് നമ്മളും അവരും തമ്മിൽ, അതായത് ഇന്ത്യയും താജിക്കിസ്ഥാനും തമ്മിൽ ബന്ധമൊന്നുമില്ല. നമ്മൾ ഇന്ത്യയായിട്ട് കരാതിർത്തി പങ്കിടുന്ന മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ചൈനയുണ്ട്, നേപ്പാളുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട് അല്ലേ? മൊത്തം എത്ര രാജ്യങ്ങളാണ്? അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ. ഇത്രയും രാജ്യങ്ങളാണ് ഇന്ത്യയായിട്ട് കരാതിർത്തി പങ്കിടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം? ഓപ്ഷൻസ്: ലിപുലേഖ്, ഷിപ്ഖില, സോച്ചില, നാഥുല. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ഷിപ്ഖിലയാണ്. ഈ ചുരമാണ് എന്ത്? ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം. ഈ ചുരത്തിലൂടെയാണ് എന്ത്? സത്ലജ് നദി അല്ലേ? സത്ലജ് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ബാക്കി ഓപ്ഷൻസ് നോക്കുമ്പോൾ ലിപുലേഖ് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് എന്ത്? ലിപുലേഖ്. അതുപോലെ സോച്ചില ശ്രീനഗറിനെയും ലേനെയും തമ്മിൽ, ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഇത് സോച്ചില എന്ന് പറയുന്നത്. നാഥുല സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ചുരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ചുരങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് എന്തായാലും എല്ലാവരും ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വത നിരകൾ. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന? 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അതായത് കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വത നിരകൾ. PSCയുടെ ആൻസർ കീ പ്രകാരം ഇതാണ് ഓപ്ഷൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്ല മലനിരകളിൽ നിന്നാണ്. ഉപദ്വീപീയ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ? C ആണ്. അതായത് 1ഉം 3ഉം ശരി. അപ്പോൾ എന്താണ് 2 തെറ്റാനുള്ള കാരണം? എന്താണ്? കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ശബരി, ഇന്ദിരാവതി. ശരിയാണോ? അല്ല. ഗോദാവരിയുടെ പോഷക നദികളാണ് എന്ത്? ശബരി, ഇന്ദിരാവതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല? ഓപ്ഷൻസ്: സുന്ദർഗഡ്, സിംഗ്ബം, ഷിമോഗ, നീലഗിരി. ആൻസർ A ആണ്, സുന്ദർഗഡ് ആണ്. ഒഡീഷയിലെ വടക്കൻ ഭാഗത്തുള്ള സുന്ദർഗഡ് ജില്ലയിലാണ് ഈ ഇരുമ്പയിര് ഖനന മേഖല സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഭയങ്കര ഗുണനിലവാരമുള്ള ഹെമറ്റൈറ്റും അതുപോലെ മാഗ്നറ്റൈറ്റും ഇരുമ്പുകൾ ധാരാളമായിട്ട് കാണപ്പെടും. ബാക്കിയുള്ള ഓപ്ഷൻസിൽ സിഗ്ബം ജാർഖണ്ഡിലാണ്, അതുപോലെ ഷിമോഗ എന്ന് പറയുന്നത് കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നീലഗിരി എന്ന് പറയുന്നത് നമുക്കറിയാലേ, അതൊരു മലനിരയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻസ്: ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ, കേരളം, ആന്ധ്രാപ്രദേശ്. ഏതാണ് ആൻസർ? കേരളം. അപ്പോൾ നാഷണൽ വാട്ടർവേസ് ഇൻ ഇന്ത്യ എന്തായാലും പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ നാഷണൽ വാട്ടർവേ 1 എന്താണ്? അലഹബാദ്, ഹാൽദിയ ആണ് എന്ത്? നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുന്നത്. നാഷണൽ വാട്ടർവേ 2 എന്ന് പറയുന്നത് സാദിയ ധൂബ്രിയാണ്. പിന്നെ നാഷണൽ വാട്ടർവേ 4 എന്ന് പറയുന്നത് എന്താണ്? കാക്കിനാഡ, പുതുച്ചേരിയാണ് നാഷണൽ വാട്ടർവേ 4 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയമായ
റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻസ്: ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ. ഏതാണ് ആൻസർ? രാജസ്ഥാനാണ് ആൻസർ വരുന്നത്. ബാക്കിയുള്ള ഗുജറാത്തിൽ നിൽക്കുന്ന ആണവോർജ്ജ നിലയം ഏതാണ്? കാക്രപ്പാറാണ്. അതുപോലെ മധ്യപ്രദേശിൽ നിലവിൽ ആണവോർജ്ജ നിലയങ്ങളൊന്നും ഇല്ല. മഹാരാഷ്ട്രയിലുള്ളതാണ് താരാപൂർ ആണവോർജ്ജ നിലയം. ഈ മഹാരാഷ്ട്രയിലുള്ള താരാപൂർ ആണവോർജ്ജ നിലയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവോർജ്ജ നിലയം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം? 146, 149, 144, 140. ആൻസർ ഏതാണ്? എ ആണ്. 146 741 കിലോമീറ്റർ ഉണ്ട് റോഹ മുതൽ നമ്മുടെ മംഗലാപുരം വരെ. പിന്നെ 2000-ലധികം പാലങ്ങളുണ്ട്. 91 തുരങ്കങ്ങളുണ്ട്. അത് കടന്നു പോകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര, ഗോവ, കർണാടകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏത്? രാജ്യസമാചാർ, ബോംബെ സമാചാർ, സുലഭ് സമാചാർ, സംബാദ് കൗമുദി. ഇതാണ് സുലഭ് സമാചാറാണ് ബംഗാളിലെ ആദ്യ വർത്തമാന പത്രം. അടുത്ത ക്വസ്റ്റ്യൻ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ബാക്കി 20 ക്വസ്റ്റ്യൻ നമ്മൾ നാളെ നോക്കും. ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നവയിൽ റാബി വിള അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: പുകയില, കടുക്, പരുത്തി, ഗോതമ്പ്. ഇതിൻ്റെ ആൻസർ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ നാളെ നോക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു എവരിവൺ.